എനിക്ക് ആദ്യം വന്ന കോളിൽ ഒന്ന് പ്രിയപ്പെട്ട ജുനീദിന്റെ ഉമ്മയായിരുന്നു. ആ ഉമ്മക്ക് ആരോ മെസ്സേജ് അയച്ചു, പണക്കാട്ട തങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ കണ്ടിട്ടില്ല, അവർ കണ്ടത് ഹൈദർ അലി ശിഹാബ് തങ്ങളെയാണ്. അന്നാ കൊടുത്ത ഈത്തപ്പഴത്തിന്റെ ഫോട്ടോ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ആ ജുനൈദിന്റെ കുടുംബം ഇന്ന് അരി വാങ്ങുന്നത് മുസ്ലിം ലീഗ് വാങ്ങിച്ചു കൊടുത്ത വണ്ടിയുടെ വരുമാനം കൊണ്ടാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അതിനേറെ അവരുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് കേരളത്തിലെ സ്ഥാപനങ്ങളിലാണ്. ദാരുൽ ഹുദ പോലെയുള്ള, JDT പോലെയുള്ള എത്രയോ മഹാരഥന്മാരായ ആളുകൾ നമ്മളെ സേവിക്കാൻ വരുന്നുണ്ട്. ഒരു ക്യാമ്പസ് ഇവിടെ പണിതേണ്ടതുണ്ട്. ജാർഖണ്ഡിനകത്ത് ഇടുക്കിയിൽ നമ്മൾ പണിത ക്യാമ്പസിൽ നിന്നാണ് നാളെയുടെ വരദാനങ്ങളായി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു തലമുറ അവിടെ നിന്ന് വരാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ദൗത്യം ഈ കേരളത്തിലല്ല, നമ്മുടെ ദൗത്യം ഈ കേരളത്തിലല്ല. നമ്മളെല്ലാവരും അണിഞ്ഞൊരുങ്ങി പോകണം. അണിഞ്ഞൊരുങ്ങി പോകേണ്ടത് ഉത്തരേന്ത്യയുടെ മണ്ണിലേക്കാണ്. പ്രിയപ്പെട്ട അഷ്റഫ് അലിയുടെ കാലത്ത് ഞങ്ങൾ നടത്തിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതും കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക. നാഷണൽ പൊളിറ്റിക്സ് സംഭാവന നൽകിയിട്ട് അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. സ്കൂൾ ബാഗ് കൊടുക്കുന്ന പദ്ധതി ഹരിയാനയിലെ മേവാത്ത് എന്ന് പറയുന്ന പ്രദേശം അടിച്ചു നോക്കൂ നിങ്ങൾ ഗൂഗിളിൽ. 90% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന മേവാത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ബാഗുമായി ഞങ്ങൾ കടന്നു ചെന്നപ്പോ, ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ വലിയ ആവേശത്തോട് ഈച്ച കൂടുന്നത് പോലെ കുട്ടികൾ ഞങ്ങളുടെ ഇടയിൽ കൂടി. അതിനപ്പുറത്ത് ഒരു ഉമ്മ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കരയുകയാണ്. ഉമ്മയോട് ഞാൻ ചോദിച്ചു, എന്തിനാ ഉമ്മ കരയുന്നത്? സന്തോഷമല്ലേ വേണ്ടത്? ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകന്റെ ജീവിതത്തിൽ ആദ്യമായാണ് അവൻ സ്കൂൾ ബാഗ് കാണുന്നത്. എന്റെ മകൻ ആദ്യമായിട്ടാണ് ഒരു ജോമെട്രി ബോക്സ് കാണുന്നത്. എന്റെ മകൻ ആദ്യമായിട്ടാണ് ഒരു ടിഫിൻ ബോക്സിനകത്ത് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോ, പ്രിയമുള്ളവരെ, നിങ്ങൾ കൊടുത്ത നാണയത്തുണ്ടുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഓർക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളുള്ളത്. ആ പ്രദേശത്തേക്ക് എത്ര ആയിരം നാഷണൽ പൊളിറ്റിക്സിന്റെ വളണ്ടിയർമാർ ചെന്നാലും തീർക്കാൻ കഴിയാത്ത വിധം ഈ ഗ്രാമം അലോസരപ്പെട്ടിരിക്കുകയാണ്, അരക്ഷിതാവസ്ഥയിലാണ്. അവരെ തിരിച്ചു പിടിക്കാൻ നമുക്കാകണമെന്നതാണ്. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ തീരുമെന്നല്ല ഞങ്ങൾ ആരും പറയുന്നത്. ഇന്ന് നമ്മളെല്ലാം ചെയ്യുന്നത് അവർക്ക് ചെറിയൊരു സംഭാവന മാത്രമാണ്. അവരെ നമ്മൾ ഏറ്റെടുക്കണം, അവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ രാജ്യത്തിന്റെ നേട്ടങ്ങളിലേക്ക് അവരെ കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. ആ കൂട്ടായ്മയെ നമ്മൾ ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന ഒരാശയത്തെ, ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ സംശീകരിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതിനുള്ള മുന്നേറ്റമാണ് പ്രിയമുള്ളവരെ നമ്മൾ നടത്തേണ്ടത്. അതിലേക്കുള്ള ഒരു കാൽവെപ്പായി വരാനിരിക്കുന്ന പുതിയ പദ്ധതികൾ ഈ ഹെവൻ റിസോർട്ടിൽ നിന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോ, ഈ പ്രഖ്യാപനം കാത്ത് ഉത്തരേന്ത്യയിൽ ഒരുപാട് മനുഷ്യർ കാത്തിരിപ്പുണ്ട്. അവർ ഷംസുവിനെയും പ്രിയപ്പെട്ട തങ്ങളെയും, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന റസാഖ് സാഹിബിനെയോ അൻസലാഹ് മുഹമ്മദ് സാഹിബിനെയോ നവാസിനെയോ അറിയുന്നവരല്ല. അവർക്ക് ചിലപ്പോൾ വാപ്പയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഈ റിസോർട്ടിനകത്ത് എടുക്കുന്ന തീരുമാനമാണ് നാളെ അവരുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചമായി മാകുന്നത്. അങ്ങനെയുള്ള പുതിയ തീരുമാനം, പുതിയ വെളിച്ചം പകരാൻ ഈ ദിവസത്തിനും ഈ കൂട്ടായ്മയുടെ ഈ നല്ല ഉദ്യമത്തിനും ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.